ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കാപ്പി കുടിക്കാൻ പോവുകയാണ്. ഗോതമ്പ് പുട്ടും പയറുമാണ് കേട്ടോ ഗൈസ്. ഇത് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്, അതൊന്നും പറയാൻ കേട്ടോ. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. കഴിക്കട്ടെ കേട്ടോ. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോണത് ഇവിടുത്തെ ഒരു ഏത്തവാഴയുണ്ട്. ഏത്തവാഴയിലെ കൂമ്പ് വെട്ടിയിട്ട് അതിൻ്റെ കൊല വലുതാവണ കണക്കിന് ഉപ്പും ചാമ്പലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കെട്ടാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. ചാമ്പൽ നമ്മൾ വിരവി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു തുണിയിൽ. ഇത് ഉപ്പും ചാമ്പലുമാണ് കേട്ടോ. ചാമ്പൽ മീൻസ് ചാരം. ഇത് നമ്മൾ അതിൽ വെച്ച് കെട്ടാൻ പോവുകയാണ്. ഗൈസ്, ഫൈനലി നമ്മൾ അതിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയാനല്ലേ, നമ്മൾ സാധാരണ കുലയ്ക്കുമ്പോൾ ചെറിയ കുലയായിരിക്കും, പക്ഷേ ഇത് വെച്ച് കെട്ടിയതിന് ശേഷം നല്ല കുലയ്ക്ക് നല്ല സൈസ് വരുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇഷ്യൂ നോക്കണേന്. എന്തായാലും കുല വെട്ടാറാകുമ്പോൾ നമുക്ക് അതിൻ്റെ നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ 1-2 പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം. ഫൈനലി നമ്മൾ സാധനമെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്രോഡക്റ്റാണ് പിന്നെ ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ ഒന്നേ വന്നോളൂ, 1-2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ പൊട്ടിച്ച് നോക്കാം. ല്ലേ പൈസ. അപ്പോൾ ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു മനസ്സിലായില്ലേ? പെർഫ്യൂമാണ്. ഇത് ഏതെന്ന് പറയാം, ബോംബെ ഷേവിങ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിൽ പെർഫ്യൂമാണ് കേട്ടോ. ബ്ലാക്ക് വൈബ് എന്നാണ് ഇതിൻ്റെ പേര്. കോംബോയാണ് കേട്ടോ, 2 ഉണ്ട്. കോംബോയാണ്, ഓഫർ കണ്ട് അങ്ങനെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് റെഡ് സ്പൈസി എന്ന് പറയുന്ന ഇതാണ്. ഗൈസ്, അത്യാവശ്യം മണമൊക്കെ ഉണ്ട് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് എന്നാണ് ഇവർ പറയണത്. നോക്കാം ഗൈസ്. കരിമ്പ് കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. കരിമ്പ് വെയിലാണ്, മഴ പെയ്താൽ പിടിച്ചു കയറും.
ഇവിടെ നട്ടിട്ടുണ്ട് 2 എണ്ണം. പിന്നെ വീട്ടിലും കുറച്ചെടുത്ത് വച്ചിട്ടുണ്ട്. അത് മഴ പിടിച്ചാലേ കൊണ്ടുവന്ന് നടാൻ പറ്റുള്ളൂ ഗൈസ്. കാരണം പറഞ്ഞാലേ കരിഞ്ഞു പോകില്ലെങ്കിൽ പൊടിക്കുകയില്ല. പിന്നെ നമ്മളെ 6 മാസ കമ്പുണ്ട്. 6 മാസം ആകുമ്പോഴും പുഴുവാം, 8 മാസം ആകുമ്പോഴും പുഴുവാം കേട്ടോ. നമ്മളെ കപ്പ അഥവാ മരിച്ചിനി ഗൈസ്. ഒരു കാര്യം മറന്നുപോയി, തുണി കഴുകാൻ വേണ്ടി സോപ്പ് വെള്ളത്തിൽ ഇട്ടേക്കായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഓർമ്മ വന്നത്. ഒരു മഴക്കോളുണ്ട്. ഇത് കുലച്ചിട്ടുണ്ട് കേട്ടോ വാഴ. തോന നാളായി, കാരണം പരിവൻ തെറ്റിപ്പോയി, അതാണ് വിഷയം. ഇതും കുലച്ചിട്ടുണ്ട്. നമ്മളെ റോബസ്റ്റിൽ ആദ്യം കുലച്ച റോബസ്റ്റിലെ ഈ ഇതില്ലേ, ഇലയെല്ലാം കൂടെ ഒടിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അല്ല പന്നി ഉണ്ടെങ്കിൽ പന്നി കടിച്ചുകൊണ്ട് പോകും. ഇവിടെ റോബസ്റ്റ് ഉണ്ട്, അത് കുലക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ വാഴയിലാണ് നമ്മൾ കൊടുത്തില്ലേ 200 രൂപ കിട്ടി കേട്ടോ. പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കന്ന് പൊടിച്ചു വരികയാണ്. 2 എണ്ണം ഉണ്ട്. ഇത് നോക്കണ്ട, ഇത് നോക്കാൻ നോക്കിയത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ തുണി കഴുകിയിട്ട് ഞാൻ മറന്നുപോയി, വെള്ളത്തിൽ സോപ്പ് ഇട്ടിട്ട് പോയതാണ്. ഗൈസ് അപ്പോൾ ആദ്യ ചക്ക എടുത്തു വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ പഴുത്ത് മുറിക്കാൻ പോകുന്നു. ഇതാണ് ഐറ്റം. കഴിച്ചിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യണം. സൂപ്പർ സാധനമാണ്. 2-3 ദിവസമായി വെച്ചിട്ട് ഇപ്പോഴാണ് പഴുത്തത്. കഴിച്ചപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായി കേട്ടോ. 7 മണി കഴിഞ്ഞു. പരിപ്പ് ഇവിടെ കട്ടൻ ചായ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ഇത് അടുപ്പി വെച്ചിട്ട് അമ്മ വെള്ളം കോരാൻ പോയി. കരിഞ്ഞു പോയി. കുഴപ്പമില്ല, ചെറുതായിട്ട് ഉള്ളു. ഞാൻ ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല കേട്ടോ, ചെറുതായിട്ട് കരിഞ്ഞോളൂ. അകത്ത് ചൂടായിരുന്നു. നാക്ക് പൊളിയെന്നാണ് തോന്നുന്നു. ആഹാ, അടിപൊളി, കൊള്ളാം. ഐസപ്പോൾ കുളിച്ചിട്ട് വന്ന് ഫ്രഷായി തലയെ കോതി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.